എൻ്റെ നല്ലയമ്മ. പത്തനംതിട്ട ജില്ലയിൽ ചെങ്ങന്നൂർ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക ഇടവകാംഗമായ ജോസഫ് ചക്കാലമുറിയിൽ തൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. മർച്ചന്റ് നേവിയിൽ നാവിഗേറ്റിംഗ് ഓഫീസറായി ദീർഘകാലം സേവനം ചെയ്ത് ഇപ്പോൾ തനിക്ക് സാധിക്കും വിധം നിരവധി ദൈവിക ശുശ്രൂഷകൾ നടത്തുന്ന ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട അനുഭവങ്ങൾ നിരവധിയുണ്ട്. മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ ദൈവമാതൃഭക്തി തൻ്റെ ജീവിതത്തിൽ എങ്ങനെ അനുഗ്രഹമായി തീർന്നുവെന്ന് ഇദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നു. ചെറുപ്പം മുതലേ പരിശുദ്ധ അമ്മയുമായി എനിക്ക് വലിയ ബന്ധമാണ്. അമ്മയോട് ഇത്രയധികം ബന്ധം വരുവാനുള്ള കാരണം, ഞങ്ങൾ താമസിച്ചിരുന്നത് ചെങ്ങന്നൂർ എന്ന് പറയുന്നതായ സ്ഥലത്ത് പള്ളിയോട് ചേർന്നായിരുന്നു. പള്ളിയും ഞങ്ങളുടെ വീടുമായി ഒരു റോഡിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പള്ളിയുടെ കുരിശടി സ്ഥാപിച്ചിരുന്നത് ഞങ്ങളുടെ വീടിനോട് ചേർന്നായിരുന്നു. ഒരു 10-50 അടിയിൽ കൂടുതൽ ദൂരമില്ലാത്തതുപോലെയുള്ള ദൂരത്തിലായിരുന്നു കുരിശടി ഉണ്ടായിരുന്നത്. എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോൾ സന്ധ്യമണി അടിച്ചു കഴിഞ്ഞാൽ അപ്പച്ചൻ ഞങ്ങളെയും കൊണ്ട് ആ കുരിശടിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. എൻ്റെ ഭവനത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥനയിൽ വളരെയധികം താല്പര്യം ഉള്ളവർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സന്ധ്യാസമയത്തെ പ്രാർത്ഥന ഞങ്ങളെയും കൊണ്ട് അപ്പച്ചൻ അവിടെ പോയിരുന്നത്. തീരെ ചെറുതായിരുന്നപ്പോൾ മാതാവിനോട് അത്ര വലിയ അടുപ്പമൊന്നും തോന്നിയിരുന്നില്ല എന്ന് വരികിലും ദിവസമുള്ളതായ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ അകത്തുപോയി അമ്മയുടെ രൂപത്തെ നോക്കി സ്തുതി പറയുക പതിവായിരുന്നു. അങ്ങനെ കുറച്ചു കാലമായപ്പോൾ അമ്മ എന്നെ നോക്കുന്നതായിട്ടും അമ്മ ചിരിക്കുന്നതായിട്ടും ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അമ്മയുമായിട്ട് വളരെ കൂടുതൽ അടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ അമ്മയുമായി കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ആവശ്യമുണ്ടെന്ന് വരിലും അവിടെ പോയി അമ്മയോട് പറയുക ഒരു പതിവായി തീർന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചെറുപ്പത്തിൽ കൊച്ചുനിക്കരൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നതായ സമയത്ത് ആ ഭാഗത്തും കൂടെ പ്ലെയിൻ പോകുമ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി ആ പ്ലെയിൻ കാണാറുണ്ട്. വളരെ ചുരുക്കത്തിൽ ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ മാസത്തിൽ ഒന്നൊക്കെ പ്ലെയിൻ ആ ഭാഗത്തും കൂടെ പോയി കണ്ടിട്ടുള്ളൂ. അങ്ങനെ മനസ്സിലാക്കി ആ പ്ലെയിനകത്ത് ആൾക്കാരുണ്ട്, ആളുകൾ അതിനകത്ത് പോകുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ ഇടയ്ക്ക് ചെന്ന് പറഞ്ഞു, അമ്മേ എന്നെ കൂടെ ആ പ്ലെയിനിൽ കയറ്റണം, എനിക്ക് പ്ലെയിനിൽ യാത്ര ചെയ്യണം എന്ന് അമ്മയോട് പറയുമായിരുന്നു. അതിൻ്റെ കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അത് യാഥാർത്ഥ്യമായപ്പോൾ ഞാൻ ആ ചെറുപ്പകാലങ്ങളിൽ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നതായ കാര്യങ്ങൾ ഞാൻ ഓർത്തു. ഇവിടെ ഇന്ത്യയിലുള്ള പട്ടണങ്ങളിൽ മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും നേരെ യൂറോപ്പിലേക്കും, യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്കും, അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നും ജപ്പാൻ, തിരിച്ച് സിംഗപ്പൂർ, അങ്ങനെ തിരിച്ച് ഇന്ത്യയിൽ വരിക എന്ന് പറഞ്ഞാൽ പടിഞ്ഞാട്ട് പ്ലെയിനിൽ പോയി ലോകം ചുറ്റി കിഴക്കൂടെ ഇന്ത്യയിൽ തിരിച്ചെത്തുന്നതായ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ഓർത്തു. ഞാൻ ചെറുപ്പത്തിൽ പറഞ്ഞിരുന്നതായ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആ അമ്മ സാധിച്ചു തന്നല്ലോ എന്ന്. അതുപോലെ മറ്റൊരു കാര്യം, ഈ ഗ്ലോബ് കണ്ടപ്പോൾ അതിനകത്ത് ലോകം ഇങ്ങനെ ഉരുണ്ടതാണ്, ഭൂമിയുടെ എല്ലാ ഭാഗത്തും ആൾക്കാരൊക്കെ താമസമുണ്ട് എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പം അന്നേരം ഞാൻ അമ്മയുടെ പോയി, അമ്മ എനിക്ക് ഈ രാജ്യങ്ങളിലെല്ലാം ഒന്ന് പോകാൻ ആഗ്രഹമുണ്ട് എന്ന് പറയും. ആ സമയത്ത് അമ്മ ചിരിക്കുകയാണെന്നൊരിക്കൽ അതെനിക്ക് സാധിച്ച് കിട്ടുമെന്നൊരു തോന്നൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ആഗ്രഹം പറഞ്ഞപ്പോഴും അമ്മ ചിരിച്ചതുപോലെ എനിക്ക് ചെറുപ്പത്തിലെ കാര്യം പറയണത് ചിരിച്ചതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ ആ കാര്യം അന്ന് ഞാൻ പറഞ്ഞതായ കാര്യം ഇന്ന് ഞാൻ ഓർക്കുകയാണ്. ലോകത്തിൽ ഞാൻ പോകാത്ത രാജ്യങ്ങളില്ല, എല്ലാ രാജ്യങ്ങളിലും
പോകുവാൻ എനിക്ക് സാധിച്ചു. അത് ഈ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നും നേരെ പടിഞ്ഞാട്ട് യാത്ര ചെയ്ത് അവിടെയുള്ള രാജ്യങ്ങളിൽ പോയി പടിഞ്ഞാട്ട് യാത്ര ചെയ്ത് ഇവിടെ കിഴക്കോട് ഇവിടെ തിരിച്ചെത്തുന്ന സംഭവങ്ങൾ, അതുപോലെ കിഴക്കോട്ട് യാത്ര ചെയ്ത് തിരിച്ച് പടിഞ്ഞാറിൽ നിന്നും തിരിച്ച് ഇന്ത്യയിലെത്തുന്ന സംഭവങ്ങൾ, ഇതെല്ലാം ഓർക്കുമ്പോൾ ചെറുപ്രായത്തിൽ അമ്മയോട് പറഞ്ഞിരുന്നതായ ആ കാര്യങ്ങളെല്ലാം അമ്മ എനിക്ക് സാധിച്ചു തന്നിരുന്നല്ലോ എന്നുള്ളതായൊരു ചിന്തയാണ് ഇപ്പോഴും എന്നിൽ കൂടി കടന്നു വരുന്നത്. തൻ്റെ ജീവിതത്തിലെ നിർണായകമായ അവസരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഇടപെടലും ഇദ്ദേഹത്തിന് ദർശിക്കാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയിലുള്ള ആശ്രയമാണ് പഠനമേഖലയിൽ തനിക്ക് സഹായകമായതെന്ന് അദ്ദേഹം പങ്കുവയ്ക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുള്ളതായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായി ഞാൻ പലപ്പോഴും ഓർക്കാറുള്ളത്, എൻ്റെ പഠനം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം അരമനയിൽ ഞാൻ ചെന്ന് അവിടുത്തെ ബിഷപ്പ് ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയസ് പിതാവിനെ കണ്ടു. പിതാവ് എൻ്റെ അമ്മയുടെ ഒരു കസിൻ ആയിരുന്നുകൊണ്ട് കൂടുതൽ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുവാനായി എനിക്ക് സാധിച്ചു. ഞാൻ പിതാവിനോട് പറഞ്ഞു, എനിക്കിവിടെ ചേരുവാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ പിതാവിനോട് പറഞ്ഞു, ഒരു ജോലിക്കും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുക, അത് കിട്ടുന്നില്ലെന്ന് വരിയിൽ മോനിഞ്ഞ് പോരാൻ പറഞ്ഞു. ഞാൻ തിരിച്ചിവിടെ വന്ന് ഞാൻ ഷിപ്പിംഗ് ലൈനിലേക്ക് ഒരു ആപ്ലിക്കേഷൻ എൻ്റെ ബ്രദർ മുഖാന്തരം കൊടുത്തു. പെട്ടെന്ന് തന്നെ അവർ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. തൂത്തുക്കുടി, മദ്രാസ് സ്റ്റേറ്റിലാണ്, തൂത്തുക്കുടിയിൽ നിന്നാണ് ഇൻ്റർവ്യൂവിന് കാർഡ് വന്നത്. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാം തമിഴന്മാരാണ്. ഞാൻ മാത്രമേ ഉള്ളൂ മലയാളി. കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കും, ഏതാനും പേരെ മാത്രമേ എടുക്കുകയുമുള്ളൂ. എന്നോട് ചോദിച്ചതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു. പക്ഷേ ആരും പറയാത്ത ഒരു ഉത്തരം ഞാൻ അന്ന് കൊടുത്തു. അന്ന് എന്നോട് ചോദിച്ചത് മെഡിറ്ററേനിയൻ സീയും റെഡ് സീയും കൂടെ തമ്മിൽ യോജിപ്പിക്കുന്നതായ കനാൽ ഏതാണെന്ന് ചോദിച്ചു. ആരും അതിനുത്തരം പറഞ്ഞിരുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിൽ അമ്മേ ഇത് എനിക്ക് കിട്ടുകയില്ലായിരിക്കുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ചോദ്യം വന്നത്. പെട്ടെന്ന് എനിക്ക് സുയസ് കനാലെന്ന് പറയുവാനായിട്ട് സാധിച്ചു. അപ്പോൾ തന്നെ അവർ തന്നെ പറഞ്ഞു, ആരും പറയാത്ത ഉത്തരമാണല്ലോ ഞാൻ പറഞ്ഞത് എന്ന് അവർ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. അങ്ങനെ അവിടുന്ന് 4 പേരെ സെലക്ട് ചെയ്തതിൽ ഒരാൾ ഞാനായിരുന്നു. അങ്ങനെ ട്രെയിനിങ്ങിന് വേണ്ടി പോയി അതെല്ലാം പൂർത്തിയാക്കി തിരിച്ചു വരുവാൻ സാധിച്ചത് അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും ഇടപെടലും എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയും ആണ് എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഇനിയും അമ്മയുടെ ഇടപെടലിനെക്കുറിച്ച് എൻ്റെ പഠനകാലത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് കോളേജ് ബോംബെയിൽ, അവിടെ ഇന്ത്യയിൽ ആകെപ്പാടെ ഒരു കോളേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്, അത് ബോംബെയിലാണ്. കൽക്കട്ടയിൽ ഒരു എക്സാം എഴുതാൻ ഒരു സെൻറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട് അത്ര എളുപ്പമൊന്നുമല്ല. എങ്കിലും ഞാൻ അവിടെ എൻട്രൻസ് പരീക്ഷ എഴുതി ഞാനതിന് ജയിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ ഒരു മലയാളി, അലക്സാണ്ടർ സാർ, ഞാനിപ്പോഴും ഓർക്കുന്നു. അദ്ദേഹത്തിന് മലയാളികളോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ഫോം അദ്ദേഹത്തിൻ്റെ സൈൻ കൂടെ വേണം, എനിക്ക് പൈസ അടയ്ക്കണമെന്ന് വരികിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹം മേടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഹോം ട്രേഡിന് ചേർന്നാൽ പോരെ, എന്തിനാണ് ഫോറിൻ ട്രേഡിന് പോകുന്നത്? ആകെപ്പാടെ 2 രീതിയിലുള്ള ഷിപ്പിംഗ് ആണ്, അല്ലെ പഠനമാണ് അവിടെ ഉള്ളത്. ഒന്ന് ഹോം ട്രേഡ്, അത് ഇന്ത്യക്ക് ചുറ്റും മാത്രം പോകുന്ന കപ്പലുകൾ, മറ്റേതാണ് ഫോറിൻ ഗോയിങ് ഷിപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് മാത്സിനൊന്നും പ്രശ്നമൊന്നുമില്ല, ഞാൻ ഫോറിൻ ഗോയിങ്ങിനാണെന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിന് അത്ര ഇഷ്ടം തോന്നിയില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം അത് സൈൻ ചെയ്ത് എൻ്റെ മുൻപിലേക്ക് ഇട്ട് തരികയാണ് ചെയ്തത്. ഇങ്ങനെ കളത്തി അങ്ങോട്ടിട്ടു.
എനിക്ക് സങ്കടം മനസ്സിൽ തോന്നിയെന്ന് വരികയിലും ഞാൻ 2 കൈയും കൊണ്ടും ആ ആപ്ലിക്കേഷൻ എടുത്തു. എന്നിട്ട് ഈ ഡിഗ്രിക്ക് പോകണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹം ആയിരുന്നു. അവിടെ അഡ്മിഷൻ കിട്ടിയത് വലിയ ഭാഗ്യമായി എനിക്ക് തോന്നി. ഞാൻ ഏതാണ്ട് അവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട്. ഈ 5-8 നില ഉള്ളതായ ആ കെട്ടിടം മുകൾ മുതൽ താഴെ വരെയും ഞാൻ സ്റ്റെപ്പിൽ കൂടെ നടന്നു വന്നു. ആ സന്തോഷം അതുപോലെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ട്, ഫീസ് അടച്ചു. അതും കഴിഞ്ഞ് ഞങ്ങളുടെ ഹോസ്റ്റൽ വന്നപ്പം ആൾക്കാർ പറഞ്ഞു, അവിടെ അന്ന് ഞാൻ കണ്ടത് 10ഉം 15ഉം പ്രാവശ്യം എഴുതി തോറ്റ് നിൽക്കുന്ന ആൾക്കാരാണ്. ഇത് ആദ്യത്തെ പ്രാവശ്യമൊന്നും ആരും ജയിക്കാറില്ല. കാരണം റിട്ടനും അതുപോലെ തന്നെ ഓറലും സിഗ്നലും ഉണ്ട്. ഓറൽ എന്ന് പറയുന്നത് നമ്മുടെ വൈവായി എന്ന് പറയുന്നത്. അപ്പം ഓറലും സിഗ്നലും റിട്ടനും ഇത് 3ഉം കിട്ടിയെങ്കിൽ മാത്രമേ പാസ്സാകുകയുള്ളൂ. ഇത് 3ഉം കൂടെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായൊരു കാര്യമാണ്. അത്ര എളുപ്പമൊന്നും ആർക്കും കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ 10ഉം 15ഉം പ്രാവശ്യം എഴുതിയവർ എന്നെ കളിയാക്കുവാൻ വേണ്ടി അന്ന് പറഞ്ഞു, മലയാളികൾ തന്നെ, ഓ ജോസഫ് ഇപ്പം കൊത്തി എടുത്തുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പം സങ്കടം തോന്നി. എന്തിനും ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം എക്സാം അപ്പിയർ ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം എല്ലാത്തിനും നല്ല മാർക്ക് കിട്ടി. എന്നാൽ എലിമെൻ്ററി മാത്സിന് മാത്രം അല്പം കുറഞ്ഞു. അതുകൊണ്ട് ആ റിട്ടേൺ എനിക്ക് കിട്ടാതെ പോയി. രണ്ടാമത്തെ അതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല. കാര്യം ആദ്യത്തെ പ്രാവശ്യം ആർക്കും കിട്ടുന്ന പതിവ് അവിടെ ഇല്ല. രണ്ടാമത്തെ പ്രാവശ്യവും എഴുതി. ആ സമയത്ത് ഇതുപോലെ തീരെ നിസ്സാരമായ കാര്യത്തിന്, ഒരു വിഷയത്തിന് മാത്രം പോയി ഞാൻ ആ സമയത്തും തോറ്റു. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ അമ്മയോട് പ്രത്യേകമായിട്ട് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഡെയിലി പള്ളിയിൽ പോവുക എന്നുള്ളത് ചെറുപ്പം മുതലേ എൻ്റെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്തും ഡെയിലി ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. അമ്മയോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം എക്സാം എഴുതി. അതിശയം എന്ന് എല്ലാവരും പറയുന്നു. എനിക്ക് റിട്ടേൺ കിട്ടി, സിഗ്നൽ കിട്ടി, ഓറൽ കിട്ടി. ഈ 3ഉം ഒറ്റയടിക്ക് തന്നെ കിട്ടി. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം എല്ലാം ഒന്നിച്ച് എടുക്കുവാൻ എനിക്ക് സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഒരു അനുഗ്രഹവും കഴിവുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കപ്പൽ ജോലിയുമായി ബന്ധപ്പെട്ട് നിരവധി അപകടങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം സംരക്ഷണമായി കടന്നു വന്നത് പരിശുദ്ധ അമ്മയാണ് എന്ന് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. അപകടങ്ങളിൽ മാതാവിൻ്റെ സംരക്ഷണം എപ്രകാരമാണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുവാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും 2 അപകടങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ കപ്പലിനെക്കുറിച്ച് പറയുമ്പോൾ ഈ അല്പം അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകില്ലായിരിക്കും. കപ്പലിൽ ക്യാപ്റ്റൻ, അത് കഴിഞ്ഞ് ചീഫ് ഓഫീസർ, സെക്കൻഡ് ഓഫീസർ, തേർഡ് ഓഫീസർ, ഇങ്ങനെ 3 ഓഫീസേഴ്സാണ് ഡ്യൂട്ടി പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതിൽ ക്യാപ്റ്റൻ ഡ്യൂട്ടി ചെയ്യുന്നില്ല. പക്ഷേ ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടി തേർഡ് ഓഫീസറാണ് ചെയ്യുക. അത് എപ്പോഴും 8 മുതൽ 12 വരെയാണ് ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടി. അത് തേർഡ് ഓഫീസർ ചെയ്യും. 12 മുതൽ 4 വരെ ഡ്യൂട്ടി സെക്കൻഡ് ഓഫീസർക്കാണ്. അത് ഡേയും നൈറ്റും. 4 മുതൽ 8 വരെയാണ് ചീഫ് ഓഫീസറുടെ ഡ്യൂട്ടി. അത് രാവും പകലും ചീഫ് ഓഫീസർ ചെയ്യും. അങ്ങനെ 3 ഓഫീസേഴ്സാണ് 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യുന്നത്. ഞാനിതിൽ തേർഡ് ഓഫീസറായിട്ട്, സെക്കൻഡ് ഓഫീസറായിട്ട്, ചീഫ് ഓഫീസറായിട്ട് എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പസഫിക്കിൽ ഞങ്ങൾ ആയിരിക്കുന്ന സമയത്ത് ഒരു വലിയ കൊടുങ്കാറ്റിൽ അകപ്പെടുവാനായി ഇടയായി. ഞങ്ങൾ ജപ്പാനിൽ നിന്നും അമേരിക്കയിലേക്ക് വരുന്നതായ സമയത്താണ് ഇത് സംഭവിച്ചത്. അപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു. വളരെ വലിയ ഓളങ്ങൾ, തിരമാലകൾ ഉണ്ടായി. അതിൽ ഈ കപ്പൽ ആടി ഉലയുകയാണ്. പിച്ചിങ്ങും റോളിങ്ങും വളരെ ശക്തമായിട്ടുണ്ടായി. അതിൻ്റെ ഫലമായി ധാരാളം വെള്ളം കപ്പലിൻ്റെ ഉള്ളിലേക്ക് അടിച്ച് കയറുകയും ചിലപ്പോഴെല്ലാം കപ്പൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ തലകുത്തി പോയിട്ട് വീണ്ടും തിരിച്ച് മുകളിലേക്ക് വരുന്ന അനുഭവം. ഏത് സമയത്തും അപകടം ഉണ്ടാകാം എന്ന്
എല്ലാവർക്കും തോന്നിയതുകൊണ്ട് എൻജിനീയേഴ്സും ചീഫ് എൻജിനീയറും ക്യാപ്റ്റനും ചീഫ് ഓഫീസറും എല്ലാവരും ഞങ്ങളുടെ വീൽ ഹൗസിൽ, അതായത് നാവിഗേറ്റ് ചെയ്യുന്നതായ സ്ഥലമാണ് ബ്രിഡ്ജ് അല്ലെങ്കിൽ വീൽ ഹൗസ് എന്ന് പറയുന്നത്, അവിടെ വന്ന് എല്ലാവരും നിൽക്കുകയാണ്. എൻ്റെ ഡ്യൂട്ടി രാത്രിയിൽ 12 മുതൽ 4 വരെ ആയിരുന്നു. ആ സമയത്ത് എല്ലാവരും ഭയപ്പെട്ട് അവിടെ ബ്രിഡ്ജിൽ തന്നെ ഉണ്ട്, ഏത് സമയത്തും അപകടം സംഭവിക്കാം എന്നുള്ളതായ ഒരു ചിന്തയിൽ. പക്ഷേ എനിക്കങ്ങനെ പ്രത്യേകമായൊരു ഭയപ്പാടൊന്നും തോന്നാഞ്ഞതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു 4 മണിക്ക് ഞാൻ ഉടനെ തന്നെ എൻ്റെ മുറിയിലേക്ക് പോയി. അവിടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. അമ്മയോട് പ്രത്യേകമായും ഇതിൽ ഇടപെടണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ആ രാത്രിയും പിറ്റേ ദിവസം പകലും വളരെ ശക്തമായ കോളിൽ അകപ്പെട്ടു എങ്കിലും യാതൊന്നും സംഭവിച്ചിട്ടില്ല. കപ്പൽ സുരക്ഷിതമായി തന്നെ അവിടെ നിന്നും അമേരിക്കയിൽ എത്തുവാനായിട്ട് കാരണമായി തീർന്നു. ഇവിടെ എൻ്റെ പൂർണ്ണ വിശ്വാസം ഈ അപകടത്തിൽ നിന്നും യാതൊന്നും സംഭവിക്കാതെ ഞങ്ങളെ സംരക്ഷിച്ചത് അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ ആണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. മറ്റൊന്ന്, കപ്പലിൽ ഡ്രാഫ്റ്റ് എടുക്കുക എന്ന് പറയും. അതായത് കപ്പലിൽ സാധനങ്ങൾ നിറയ്ക്കുമ്പോൾ എത്ര ടണ്ണ് അത് നിറച്ചു, അല്ലെങ്കിൽ അൺലോഡ് ചെയ്യുമ്പോൾ എത്ര ടണ്ണ് അൺലോഡ് ചെയ്തു എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി കപ്പലിൻ്റെ ഏറ്റവും മുൻഭാഗത്തും ഏറ്റവും പുറകു ഭാഗത്തും കപ്പലിൻ്റെ ദൈർഘ്യം ഓരോ അടി ഇടവിട്ട് മുകളിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം കപ്പൽ വെള്ളത്തിനടിയിലേക്ക് താണിട്ടുണ്ട്. അത് നോക്കിയാണ് കപ്പലിൻ്റെ കേവ് ഭാരം എന്തുമാത്രം ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ എന്തുമാത്രം ഭാരം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിന് ഏറ്റവും മുൻപിലുള്ളത് എടുക്കുവാനായിട്ട് എളുപ്പമുണ്ട്. 2 സൈഡ് നമുക്ക് ഒരുപോലെ കാണാം. കപ്പലിൻ്റെ മുൻപിൽ പോയി നോക്കിയാൽ മതി. കുറച്ചും കൂടെ നോട്ട പ്രശ്നം ഇല്ലാതിരിക്കുവാൻ വേണ്ടി കരയിൽ നിന്നുകൊണ്ട് നോക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ പുറകു ഭാഗത്തുള്ള ഡ്രാഫ്റ്റ് എടുക്കാനായിട്ട് ഒരു വശം മാത്രമേ കരയിൽ നിന്നും കിട്ടുകയുള്ളൂ. മറ്റേ വശം കപ്പലിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാത്തതുപോലെ ഇങ്ങനെ ചരിഞ്ഞാണ് കിടക്കുക. അപ്പോൾ അവിടെ സാധാരണ ഡ്രാഫ്റ്റ് എടുക്കാനായിട്ട് ഈ ട്രെയിനി ആൾക്കാർ കാണും, കേഡറ്റ്മാർ കാണും. അവരെ കൊണ്ടാണ് സാധാരണ എടുപ്പിക്കുക. അന്ന് ഒരു ദിവസം അവരെ നോക്കിയിട്ട് കാണാഞ്ഞതുകൊണ്ട് റോപ്പിൽ കൂടി ഞാൻ തന്നെ താഴേക്ക് ഇറങ്ങി. റോപ്പ് ലാഡറാണ്. അപ്പോൾ അധികം തൂങ്ങിക്കിടക്കുകയാണ്. ആ ലാഡറിൽ കൂടെ കയറുവാനും ഇറങ്ങുവാനും ബോഡി ഭാരമുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതേസമയത്ത് ഭാരം കുറവുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് കയറി പോരാൻ, തന്നെയല്ല പിള്ളേരായിരിക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് പോരുവാനായിട്ട് സാധിക്കും. എന്നാൽ ഞാൻ ഇറങ്ങി താഴെ ചെന്ന് ഡ്രാഫ്റ്റ് നോക്കി എല്ലാം കുറിച്ച് കഴിഞ്ഞ് മുകളിലേക്ക് കയറി വരുന്നതായ സമയത്ത് ഏതാണ്ട് പകുതി ഭാഗമായപ്പോൾ ഞാൻ കുഴഞ്ഞുപോയി. ഒരു തരത്തിലും മുകളിലോട്ട് കയറാൻ സാധിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ കൈ കുഴഞ്ഞ് കൈ മുകളിലോട്ട് എത്തിപ്പിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാല് പൊക്കി അടുത്ത സ്റ്റെപ്പിലേക്ക് വെക്കാനായിട്ട് സാധിക്കുന്ന അതുപോലെ വളരെ ശക്തമായ രീതിയിൽ എനിക്ക് ബോഡിയിൽ വിഷമം അനുഭവപ്പെട്ടു. അപ്പോൾ വീണു പോകാം, താഴേക്ക് വീണു പോകാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ സമയത്ത് തേർഡ് ഓഫീസറാണെന്ന് തോന്നുന്നു മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഞങ്ങളുടെ ഷിപ്പിൽ ക്യാപ്റ്റനും ചീഫ് ഓഫീസറും ഇംഗ്ലീഷുകാരും, സെക്കൻഡ് ഓഫീസറായ ഞാൻ ഇന്ത്യക്കാരനും, ബാക്കിയുള്ള ഓഫീസേഴ്സ് ചൈനക്കാരുമായിരുന്നു. അപ്പോൾ ഈ ചൈനക്കാരൻ മുകളിൽ വന്ന് നിന്നു. എന്നെ ഇറക്കിയതിൽ വളരെയധികം വിഷമിച്ച് അവൻ നിൽക്കുകയാണ്. എൻ്റെ ഈ മുകളിലേക്ക് വരുവാനുള്ളതായ പ്രയാസം കണ്ട് അവനും വിഷമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ മിക്കവാറും തീരാൻ തുടങ്ങുകയാണ്, ഞാൻ വീണ് പോയേക്കുമായിരിക്കും. അപ്പം പിന്നെ ചിലപ്പം ഇത് സംഭവിക്കാം, അപകടം സംഭവിക്കാം എന്നൊരു തോന്നൽ മനസ്സിലേക്ക് വന്നു. എങ്കിലും ഞാൻ അമ്മയെ ധൈര്യമായിട്ട് വിളിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ
മിക്കവാറും അവസാനമായല്ലോ തോന്നുന്നുണ്ടോ, അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം ഉണ്ടാകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ എങ്ങനെ മുകളിലേക്ക് വന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ കൈയും കാലും ചലിക്കുവാൻ തുടങ്ങി. കൈ മുകളിലേക്ക് തന്നെ വലിച്ചു വയ്ക്കുവാനായിട്ട് സാധിച്ചു, കാല് മുകളിലേക്ക് വയ്ക്കുവാനായിട്ട് സാധിച്ചു. ഞാൻ മുകളിൽ എത്തിച്ചേർന്നപ്പോൾ ആ തിയോഡോസർ പ്രത്യേകം പിടിച്ചെന്നെ അകത്തേക്ക് എടുക്കുകയാണ് ചെയ്തത്. ഇവിടെയും ഈ അപകടത്തിൽ വളരെ ശക്തമായ രീതിയിൽ എല്ലാവരും വിചാരിച്ചു ഞാൻ ഒരു പക്ഷേ റോപ്പിൽ നിന്നും താഴെ പോകുവാനുള്ള സാധ്യത അവരെല്ലാം മുൻപിൽ കാണുകയും ചെയ്തു. ഇവിടെയും വലിയൊരു അപകടത്തിൽ നിന്നും പരിശുദ്ധ രക്ഷപ്പെട്ടത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പം എൻ്റെ ജീവിതത്തിൽ ഈ 2 അപകടങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും ഇടപെടലും എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. തനിക്ക് നേരിടേണ്ടതായി വന്ന രോഗങ്ങളുടെ അവസരങ്ങളിൽ പരിശുദ്ധ അമ്മ അത്ഭുതകരമായി ഇടപെട്ട അനുഭവങ്ങൾ ഇദ്ദേഹത്തിന് പങ്കുവയ്ക്കുവാനുണ്ട്. ജപമാല മണികളിൽ കോർത്ത ജീവിതത്തിൽ അമ്മ ഇടപെടുന്ന സാക്ഷ്യമാണ് ഈ ജീവിതം. 1960 ഞങ്ങളുടെ ഷിപ്പ് ഇന്ത്യയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് പോയി. ഓസ്ട്രേലിയയിൽ നിന്നും ഷിപ്പ് വിടുന്നതിന് മുൻപ് തന്നെ എനിക്ക് എന്തോ അസുഖമുണ്ടായി. ഷിപ്പിലുള്ള ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ അഡ്മിറ്റായി. ഷിപ്പ് അവിടെ നിന്നും ന്യൂസിലൻഡിലേക്കാണ് പോയത്. ആ വഴിമധ്യേ എനിക്ക് കലശലായി അസുഖം കൂടുകയും പലപ്പോഴും ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. ഇവിടെ നിന്നും ക്യാപ്റ്റൻ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ ഫലമായിട്ട് കപ്പൽ അവിടെ എത്തുമ്പോഴേക്കും ആംബുലൻസ് അവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ ആംബുലൻസ് കയറ്റുന്ന സമയം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബോധം വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ന്യൂസിലാൻഡ് വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. അവിടെ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാകുവാൻ കാരണം ഞാൻ ഉപയോഗിച്ചിരുന്ന പാൻസിൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഞാൻ സൂക്ഷിക്കുന്ന ജപമാല പാൻസിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. അത് എൻ്റെ പാൻസെല്ലാം മാറ്റി അവരുടെ പൈജാമ, അവരുടെ ഡ്രസ്സ് ധരിപ്പിക്കുന്നതായ സമയത്ത് പോക്കറ്റിൽ നിന്നും ഈ ജപമാല താഴെ പോയതിൻ്റെ ഫലമായിട്ടാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നും കത്തോലിക്കനാണ് എന്നും പ്രത്യേകമായി അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. രോഗം വളരെ കലശലാണ്, മരിച്ചു പോകാൻ ഉള്ള സാധ്യതയുണ്ട് എന്ന് എല്ലാവർക്കും തോന്നിയിരുന്നു. അതുകൊണ്ട് ഒരു അച്ഛനെ കൊണ്ടുവന്ന് തൈലാഭിഷേകം തരട്ടെ എന്ന് അവരെന്നോട് ചോദിച്ചു. ഞാൻ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. അച്ഛൻ വലിയൊരു കുരിശ് എൻ്റെ കയ്യിൽ തന്നിട്ട് ലാസ്റ്റ് പ്രാർത്ഥനകളെല്ലാം അച്ഛൻ ചൊല്ലി തൈലാഭിഷേകം തന്നു. അത് സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചു. മരണത്തോടെ അടുക്കുകയാണ് എന്നുള്ള ആ ബോധ്യം എനിക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ രോഗത്തിന് വ്യത്യാസം വരുവാനായിട്ട് തുടങ്ങി. ഏതാണ്ട് 1 മാസം അവിടെ കിടന്നതിന് ശേഷം ഞാൻ എൻ്റെ ആഗ്രഹത്തോടുകൂടി രോഗം പൂർണ്ണമായി ഭേദമാകുന്നതിന് മുൻപ് തന്നെ ഡിസ്ചാർജ് മേടിച്ച് ഞാൻ അവിടെ നിന്നും ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്തത്. ഇവിടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും ഇടപെടലും ഉണ്ടായി എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുപോലെ മറ്റൊന്ന്, ഞാൻ ഇവിടെ നിന്നും ബാംഗ്ലൂരിൽ എന്തോ ആവശ്യത്തിന് പോയി തിരിച്ച് വരുവാനായിട്ട് ടിക്കറ്റ് എടുത്തപ്പോൾ ട്രെയിന് വരാനായിട്ടാണ്. അപ്പോൾ 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അന്ന് 3 ദിവസം ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ കാലയിൽ അവിടെ ഇവിടെയും വെരിക്കോസ് വെയിനിൻ്റെ പോലെ ഒരു പാട് കണ്ടു. എന്നാൽ അത് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാം എന്ന് വിചാരിച്ച് പരിചയമുണ്ടായിരുന്ന ഒരു നഴ്സിനോട്, മദ്രാസ് തമിഴത്തിയാണ്, അവളോട് പറഞ്ഞു. അവൾ നോക്കിയതിന് ശേഷം പറഞ്ഞു, അങ്ങളെ നമുക്ക് ആവശ്യമുണ്ടായിട്ടില്ല, ചുമ്മാതെ ഒരു ഹാർട്ടും കൂടെ നോക്കിയേക്കാമെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു എനിക്ക് ഹാർട്ടിൻ്റെ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ഓടി നടക്കുന്ന യാതൊരു പ്രശ്നവുമില്ല, എവിടെയും ക്ലാസ് എടുക്കാനോ ഒക്കെ ഓടി നടക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ ഒന്നും പ്രശ്നമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അല്ല, അവൾ നിർബന്ധിച്ച് എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഹാർട്ടിന് പ്രശ്നമുണ്ട് എന്ന് അവർ പറഞ്ഞു. അത് കേട്ടതിന് ശേഷം അവൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോഴും ഹാർട്ടിന് നല്ല തകരാറുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് അവൾ മൂന്നാമതൊരു ഹോസ്പിറ്റൽ, നാരായണ ഹൃദയാലയ എന്ന് പറയുന്ന ഹാർട്ടിൻ്റെ മാത്രം ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ്. പുറത്തു നിന്നും ആൾക്കാർ അവിടെ വന്ന് ചെയ്യാറുണ്ട്. അവിടെ കൊണ്ടുവന്ന് ആൻജിയോഗ്രാം ഒക്കെ എടുത്തതായ സമയത്ത് അവർ പറഞ്ഞു, ഈ ആൾ എഴുന്നേറ്റ് നടക്കുന്നതിൽ അവർക്ക് അത്ഭുതമുണ്ട്. അതായത് 3 ബ്ലോക്ക് ഉണ്ട്, അത് 3ഉം വളരെ കൂടുതൽ 80% മുകളിൽ ആണ്. ഇങ്ങനെയുള്ള ഒരാൾ നടക്കുക അല്ലെങ്കിൽ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, യാതൊരു പ്രശ്നമില്ലാതെ. അതുകൊണ്ട് ഉടൻ തന്നെ ഓപ്പറേഷനാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ നിർബന്ധമായും പറഞ്ഞുകൊണ്ടെന്നാൽ ഓപ്പറേഷൻ ചെയ്തേക്കാമെന്ന് ഞാനും സമ്മതിച്ചു. എൻ്റെ മകൾ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അവർ മാത്രം അറിഞ്ഞ്, വീട്ടിൽ കേരളത്തിലേക്ക് ആരോടും പറഞ്ഞില്ല. ഓപ്പറേഷൻ സമയത്ത് മാത്രമാണ് മകൻ അവിടെ എത്തിച്ചേർന്നത്. അങ്ങനെ അവിടെ ആ ഹാർട്ടിൻ്റെ ബൈപ്പാസ് ഓപ്പറേഷൻ അവിടെ നടക്കുകയാണ്. എല്ലാവർക്കും ഭയമുണ്ടായിരുന്നു, ഇത്രയും സീരിയസ് ആയ ഒരു അവസ്ഥയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ എനിക്ക് ഒരു ഭയവുമില്ലായിരുന്നു. അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കും, അമ്മയുടെ തിരുക്കുമാരൻ്റെ തിരുഹിതം എന്തോ അതുമാത്രം നിറവേറിക്കോട്ടെ എന്നുള്ളതായൊരു എന്നെ പൂർണ്ണമായും അമ്മയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് യാതൊരു ഭയപ്പാടും ഉണ്ടാകേണ്ട കാര്യം ഇല്ലായിരുന്നു.